ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ട്, രാവിലത്തെ കുറച്ച് ഫുഡ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂൾ തുറന്നിട്ടല്ലേ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ അദ്രൂസിനെ നമ്മൾ രാവിലെ തന്നെ എണീപ്പിക്കണം. അപ്പോൾ അവൻ എണീക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ രാവിലെ നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ ആക്കിയത്. എൻ്റെ ചപ്പാത്തി റൗണ്ട് വരില്ല, വേറെ ഏതെങ്കിലും ആകൃതിയിലാണ് കിട്ടുക. അങ്ങനെ നമ്മൾ അദ്രൂസിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസാണ് കേട്ടോ. ചപ്പാത്തിക്ക് കറി, ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു. അങ്ങനെ അദ്രൂസിനെ നമ്മൾ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കളി കളിക്കണം. ലീവുള്ള ദിവസം അവൻ വേഗത്തിൽ എണീക്കും, പക്ഷേ സ്കൂളിൽ പോകുന്ന ദിവസം നമ്മൾ വിളിച്ചെണീപ്പിക്കണം. അങ്ങനെ അദ്രൂസിന് ഫുഡൊക്കെ കൊടുത്ത് കാർട്ടൂണൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ആൾ കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസായി. അവന് ഉച്ചക്കത്തെ ഫുഡ് കൊണ്ടുപോകണം. അപ്പം നമ്മൾ അതിൻ്റെ പണിയൊക്കെ ഒരുക്കിയിട്ട് വേണം, അവനെയും കീച്ചൊക്കെ പറഞ്ഞേച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ നോക്കാൻ. അങ്ങനെ നമ്മൾ എൻ്റെ ഫ്രണ്ടിനാണ് കേട്ടോ ഇതടിക്കുന്നത്. ഈ ടോപ്പ് അവൾ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. ഈ നെക്കാണ് വേണ്ടതെന്ന് പറഞ്ഞു. റൗണ്ട് നെക്കാണ് കേട്ടോ, റൗണ്ട് കോളർ നെക്കാണ് വി മോഡൽ വരുന്നത്. അപ്പോൾ നമ്മളത് ലൈനിങ് തുണിയിലൊക്കെ പിന്നെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് നമ്മൾ മെയിൻ തുണിയിലേക്ക് അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നെക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ആ കോളർ വെക്കുന്നിടത്താണ് കേട്ടോ എനിക്ക് ഒന്ന് ടെൻഷനായതെന്ന് വെച്ചാൽ വശം മാറിപ്പോവോ, അല്ലെങ്കിൽ കറക്റ്റ് അളവ് കിട്ടണം കേട്ടോ, അതിൻ്റെ കഴുത്തിൻ്റെ അളവ്. എനിക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് മാറിപ്പോയിട്ട് ഞാൻ പിന്നെയും കഴിച്ചിട്ടൊന്ന് ഇത് ആക്കിയിട്ടാണ് കേട്ടോ പിടിപ്പിച്ചത്. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നടുവിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് പോട്ട്ലി ബട്ടൺ പിടിപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മളാക്കുന്നത്. അങ്ങനെ നമ്മൾ കഴുത്ത് അടിച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ക്യാൻവാസിൽ നമ്മളൊരു ചെറിയൊരു തുണി എടുത്തിട്ട് അതിലോട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ ആകൃതിയിൽ ഫുള്ള് മുറിക്കാണ്ട് ചെറിയൊരു പീസ് വെച്ചിട്ട് അതിലോട്ട് അടിച്ച് വെക്കണം. എന്നിട്ടാണ് കേട്ടോ ബാക്കി പരിപാടി. പിന്നെ ഇതിൻ്റെ നടുവിലൂടെ അടിച്ചെടുക്കുകയാണ് ചെയ്യുക. നമ്മൾ മെയിൻ തുണിയിൽ വെച്ചിട്ട് നല്ല വശത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നടുവശം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെറുങ്ങനെ അളവ് തിരിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അടിക്കാൻ. ക്യാൻവാസിൻ്റെ മേലെ കയറി പോകാൻ പാടില്ല ആ സൈഡ് ഭാഗം അടിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ മെല്ലനെ നിർത്തി സൂചി കുത്തി താഴെ ഭാഗത്തെത്തുമ്പോൾ ഒന്ന് സൂചി കുത്തി നിർത്തിയിട്ട് തിരിക്കുക, എന്നിട്ട് മെല്ലനെ വരിക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം പതുക്കനെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ അത് അടിച്ചതിന് ശേഷം അഥവാ കയറി പോയിട്ടുണ്ട് അതൊന്ന് സ്റ്റിച്ചൊന്ന് എടുത്ത് വെച്ചിട്ട് അത് കഴിച്ചിട്ട് പിന്നെയും ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ആ സ്റ്റിച്ചും കൂടി അടിച്ചതിന് ശേഷം ആ പീസ് നടുവിലോട്ട് ഒന്ന് മുറിച്ചെടുക്കുക, എന്നിട്ട് തിരിച്ച് ഒന്ന് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, നടുവിലോട്ട് മുറിച്ചു കൊടുത്തു ഞാൻ. അപ്പോൾ എനിക്കിഷ്ടമായിട്ടോ, ഈ നെക്ക് ഭയങ്കര സൂപ്പറാണ്. അങ്ങനെ നമ്മൾ അത് മറച്ചിട്ടിട്ട് ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ക്യാൻവാസ് വെച്ച് മറിച്ചിട്ടിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ പോട്ട്ലി ബട്ടൺ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പിങ്ക് കളറിലെ തുണി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അതൊന്ന് ലൈറ്റ് കളറല്ലേ, അപ്പോൾ കുറച്ചൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ അടുക്ക് ഏതെങ്കിലും തുണിയുണ്ടോ അതെടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു പിങ്ക് കഷ്ണം കെട്ടി. അപ്പോൾ അങ്ങനെ അതെല്ലാം കഷ്ണമാക്കി അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നൂല് വെച്ച് കെട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം എനിക്കിത് അറിയില്ലായിരുന്നു, പിന്നെ ഞാനത് പഠിച്ചു. അങ്ങനെ നമ്മൾ ഒരു പീസ് നീളത്തിലെടുക്കുന്നുണ്ട്, അതിൻ്റെ അടിയിലോട്ട് വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് അതിൻ്റെ നല്ല തുണീൻ്റെ വശം ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വെച്ചിട്ടാണ് ഈ പോട്ട്ലി ബട്ടൺ ഓരോന്നായിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ സ്റ്റിച്ച് മെല്ലനെ അടിച്ചിട്ട് വേണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒന്നിക്കിൽ അതിൻ്റെ താഴോട്ട് കയറിപ്പോവും, അപ്പോൾ ആ ഭാഗം പുറത്തേക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് വെച്ച് നോക്കി നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു 6 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തു ഏതെല്ലാം സ്ഥലത്താണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈസിയിൽ വെക്കാമെന്ന് വെച്ചാൽ അളവ് നോക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് മെല്ലനെ അടിച്ചെടുക്കുന്നത്.
അപ്പോൾ എനിക്കതിൻ്റെ മേലെയൊക്കെ കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെയും അത് കഴിച്ചിട്ട് പിന്നെയും വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നെക്കിൻ്റേത്. അങ്ങനെ നമ്മൾ ലൈനിങ് ഒക്കെ അതിൽ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഒക്കെ അടിച്ച് താഴെയൊക്കെ മടക്കി അടിച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴത്തെ പോർഷൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പം നടുക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നടുക്കും എവിടെ വരെയാണോ നമുക്ക് വേണ്ടത് പ്ലീറ്റ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ആദ്യം നമ്മൾ പിന്ന് കുത്തിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്ന സംഭവം. നമുക്ക് ഇതായി പോവും. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്ത് പ്ലീറ്റ് ഇട്ടിട്ടൊന്ന് പിന്ന് കുത്തി വെച്ചിട്ടാണ് അടിച്ചെടുത്തത്. പിന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ക്യാൻവാസ് വെച്ചിട്ട് നമ്മളൊരു പീസിൽ മോശവശത്ത് നമ്മൾ അളവെടുത്തിട്ട് ക്യാൻവാസ് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോ. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്ത സമയത്താണ് കേട്ടോ ചിക്കൻ പോപ്കോണും പിന്നെ അൽഫാമും കുബൂസൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാത്രിയായിട്ടോ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് അടിക്കുന്നത്. അപ്പോഴേക്കും മോൻ വന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കോളർ വെച്ച് കൊടുത്തു. കോളർ ഇതാ നമ്മൾ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചില്ല. ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ, വേറെ ഏതിൻ്റെങ്കിലും ഇത് ചെയ്യുന്നത് തന്നെ. അപ്പോൾ കോളർ നമ്മൾ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ അടിച്ചെടുക്കുന്നുണ്ട്. റൗണ്ട് കോളറാണ് കേട്ടോ. പിന്നെ നമ്മൾ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവാണ് കേട്ടോ. കൈയിൻ്റെ ഫുൾ സ്ലീവാണ് വരുന്നത്. അങ്ങനെ നമ്മൾ അതും അടിച്ച് പിടിപ്പിച്ച് സൈഡൊക്കെ നമ്മൾ പിന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ശരിക്കുള്ള കാര്യം നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്ന നമുക്കെന്ന് വെച്ചാൽ പുറത്തേക്ക് അടിച്ചു കൊടുക്കുമ്പോൾ ചില ആൾക്കാർ മാത്രം അപ്പോൾ ഇത്ര പൈസ ആയോ, ഇത്ര പൈസ ഉണ്ടോ. പക്ഷെ നമ്മൾ ടൗണിലൊക്കെ കൊടുത്തിട്ട് അടിക്കുമ്പോൾ അവരെത്ര പൈസ വേണ്ടിക്കും കൊടുത്തിട്ട് അടിക്കും കേട്ടോ. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഞാനത് പറയാൻ വിട്ടുപോയി. നമ്മളെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ബൈ.